ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ ഒരു കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കാൻ പോവാ വിത്തൗട്ട് കരിമ്പ്. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ആദ്യം തന്നെ നമ്മളൊരു പുതിനയില പറിച്ചിട്ടുണ്ട്. ഒന്നല്ല, ഇത്രയും പുതിനയില വേണം. എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ഇഞ്ചിയും ഇതുപോലെ അരിഞ്ഞു വെക്കണം. പിന്നെ നമ്മുടെ ലെമണാണ് വേണ്ടത്, 2 ലെമണാണ് വേണ്ടത്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമ്മൾക്ക് കരിമ്പ് ജ്യൂസ് വെക്കാൻ വേണ്ടത്. ഇത് മാത്രമല്ല, വേറെ ഒരെണ്ണം കൂടെ വേണം. ഇത് മാത്രമല്ല, നമുക്ക് ഇത്രയും വലുതായിട്ടുള്ള ഒരു ശർക്കരയും കൂടെ എടുക്കണം. ഇത് ഞങ്ങൾ ശർക്കരപ്പാനിയാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് നമ്മൾക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും ആക്കാം, പക്ഷെ ഞങ്ങൾ ശർക്കരപ്പാനിയാണ് ആക്കുന്നത്. അപ്പം നമ്മുടെ ശർക്കരപ്പാനി ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗായ്സ്, നമ്മൾ നമ്മുടെ മിക്സിക്കകത്തോട്ട് നമ്മുടെ പുതിനയിലയും പിന്നെ നമ്മുടെ ഇഞ്ചിയും പിന്നെ നമ്മൾ പിഴിഞ്ഞു വെച്ച ലെമൺ ജ്യൂസും അതുകൂടാതെ ശർക്കരപ്പാനിയും കൂടെ ഇടുവാണേ. കരിമ്പ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇത് എൻ്റെ കപ്പ്, ഇത് അമ്മയുടെ. നമുക്ക് കുടിച്ചു നോക്കിയാലോ? ഒന്ന് കുടിച്ചു നോക്കാമേ. കരിമ്പ് ജ്യൂസിന് അതേ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് സൂപ്പർ ജ്യൂസാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.